നമസ്കാരം. എന്നും നുണകൾ പടച്ചുവിടാൻ മിടുക്കരാണ് പാകിസ്ഥാൻകാർ. ഇന്ത്യയോട് എത്ര ചൊറിഞ്ഞാലും പാകിസ്ഥാന്റെ ചൊറിച്ചിലിന് ഒരു അവസാനവുമില്ല. ട്രംപിന്റെ കയ്യിലെ കളിപ്പാവകളാണ് പാകിസ്ഥാനുകാർ. ട്രംപ് തിരിക്കുന്ന വഴിയാണ് ഇവരുടെ യാത്രയും. അതുകൊണ്ടാണ് ഇന്ത്യയെ ചൊറിയുന്ന ട്രംപിന്റെ അതേ സമീപനം ഇരുവരും സ്വീകരിച്ചു വരുന്നത്. എന്തായാലും പറഞ്ഞു വരുന്നത് ഇന്ത്യയെ ഉറ്റ സുഹൃത്താക്കിയ റഷ്യയെക്കുറിച്ചാണ്. ഇന്ത്യ പറയുന്നത് എന്താണോ അതാണ് റഷ്യയുടെ നയം. അതാണ്, അല്ലെങ്കിൽ ആ നയത്തിന്റെ പിന്തുടർച്ചയാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ റഷ്യ അംഗീകരിച്ചതിന് പിന്നിലെ എന്നതാണ് സത്യം. അക്രമം, ഭീകരത എന്നിവയെ ചെറുക്കുകയാണ് ഇന്ത്യയുടെ നയം. ആ നയം പാടെ പാലിക്കുകയാണ് ഇപ്പോൾ റഷ്യയും. അതാണ് താലിബാനെ അംഗീകരിച്ചതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം. IS പോലുള്ള ഭീകര സംഘടനകളെ ചെറുക്കുവാനും കറുപ്പ് പോലുള്ള ലഹരി ഉൽപ്പന്നം നിർത്താനും താലിബാൻ ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ട്. അതിനാലാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ റഷ്യ അംഗീകരിക്കാൻ തയ്യാറായതും. അഫ്ഗാന്റെ സ്ഥിരതയിൽ താലിബാന്റെ പങ്കിനെ പുടിൻ ശക്തമായി പിന്തുണയ്ക്കുകയും ചെയ്തു. റഷ്യ ഇന്ത്യ എന്ന വഴികാട്ടിയെ കണ്ടുപഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഭീകരവാദത്തിനെതിരായ നിലപാട് എല്ലാവരും കണ്ടതും. കാരണമില്ലാതെ ഇന്ത്യയുടെ മെക്കിട്ട് കയറിയ പാകിസ്ഥാനെ അടപടലം തകർക്കുന്നതായിരുന്നു ഇന്ത്യയുടെ നിലപാട്. ഇന്ത്യയിലെ സ്ത്രീകളുടെ നെറുകയിലെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞവരെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകി. അതായത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ തിരിച്ചടി നൽകിയത്. മാത്രമല്ല, പാകിസ്ഥാനെ സാമ്പത്തികമായും സൈനികമായും തിരിച്ചടിക്കുന്നതായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി. ഭീകരവാദത്തെ വളർത്തുന്ന പാകിസ്ഥാനിനെ കണക്കിന് കൊടുക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ഈ നിലപാട് തന്നെയാണ് റഷ്യയെ ഇന്ത്യയോട് കൂടുതൽ അടുപ്പിച്ചതും. താലിബാൻ അഫ്ഗാനിസ്ഥാനിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കി നിയന്ത്രിക്കുന്നുവെന്നും പുടിൻ വ്യക്തമാക്കുന്നുണ്ട്. IS പോലുള്ള ഭീകര സംഘടനകൾക്കെതിരെ പോരാടാൻ നിരവധി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. രാജ്യത്തെ കറുപ്പ് ഉൽപാദനം ഗണ്യമായി കുറയ്ക്കുകയും അവരുടെ അതിർത്തിക്കുള്ളിലുള്ള മയക്കുമരുന്ന് ഭീഷണികൾ സജീവമായി പരിഹരിക്കുന്നുവെന്നാണ് പുടിൻ വ്യക്തമാക്കിയത്. താലിബാനെ അംഗീകരിച്ച ആദ്യ രാജ്യം കൂടിയാണ് റഷ്യ. ഭീകരതയ്ക്കെതിരെ താലിബാൻ പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതിലൂടെയാണ് പുടിൻ പാകിസ്ഥാന്റെ വാദങ്ങളെയും ദുർബലപ്പെടുത്തിയത്. പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന തെഹ്രീക് താലിബാൻ പാകിസ്ഥാൻ വഴി താലിബാൻ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നായിരുന്നു പാകിസ്ഥാന്റെ ആരോപണം. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം ഇന്ത്യയുടെ പാവയാണെന്നും പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു. പാകിസ്ഥാനിലെ വിമത നീക്കങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ത്യ ഇത് ശക്തമായി തന്നെ നിഷേധിച്ചിരുന്നു. ഇനി പാകിസ്ഥാൻ എന്ത് ഇല്ലാ വചനങ്ങൾ പറഞ്ഞാലും ഇന്ത്യക്ക് അറിയാം എങ്ങനെ ഓരോ വിഷയവും കൈകാര്യം ചെയ്യണമെന്ന്. ഇന്ത്യയുടെ ഉറച്ച നിലപാട് തന്നെയാണ് ഉക്രൈൻ വിഷയത്തിൽ പോലും പുടിൻ മോദിയുടെ നിലപാട് തേടാൻ കാരണം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച